ഒരുപക്ഷെ നമ്മൾ കരയുമ്പോ, നിലവിളിക്കുമ്പോ, തോൽവികൾ വരുമ്പോ, സമാധാനം ഇല്ലാതിരിക്കുമ്പോ നമ്മൾ ചുറ്റും നോക്കുന്നവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ആശ്വസിപ്പിക്കാനുണ്ടാവില്ല, വേദനയിൽ കുറ്റപ്പെടുത്താനേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ കരയും, നമ്മൾ നിലവിളിക്കും, തമ്പുരാനോട് ചോദിക്കും, എന്തിനാ തമ്പുരാനെ എന്നെ സൃഷ്ടിച്ചേ, എന്തിനാ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച, ആർക്കും വേണ്ട, ആരും മനസ്സിലാക്കുന്നില്ല, ഒരു സമാധാനവും ഇല്ലാന്ന് പറയുമ്പോ തമ്പുരാൻ പറയും, കരയല്ലടി കുഞ്ഞേ, പോട്ടെ, ഒക്കെ ശരിയാവും, സങ്കടപ്പെടണ്ട, ഇത് നിന്റെ പ്രൂണിങ് സ്റ്റേജ് ആണ്. ഒരു ബെറ്റർ ഫാമിലി, ഒരു ബെറ്റർ പ്രൊഫൈല്, ഒരു ബെറ്റർ പ്രൊഫഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൂണിങ് സ്റ്റേജ് ആണ്. കുറ്റപ്പെടുത്തലിന്റെയും കുറുക്കിക്കൊള്ളുന്ന വാക്കുകളുടെയും ഇടയിൽ നീ കുറുകിപ്പോകരുതേ. കുറുകിപ്പോകാനോ കുറുക്കിക്കളയാനോ ഉള്ളതല്ല നിന്റെ ജീവിതം. നിവർന്നു നിൽക്കണം, നിനക്ക് പറ്റും. ഈ വേദന, ഈ സങ്കടം, ഈ ഭർത്താവിന്റെ സ്വഭാവം, ഈ ഭാര്യയുടെ സ്വഭാവം നിനക്കേ സഹിക്കാൻ പറ്റുള്ളൂ. ചില സമയത്ത് നമ്മളെ ദൈവം വലിച്ചങ്ങെറിയും, വലിയ ഒരു തറയിലേക്ക് വലിച്ചെറിയും. നമ്മൾ വിചാരിക്കും, നാട്ടുകാരും വീട്ടുകാരൊക്കെ ചവിട്ടി തേച്ച് പോവാ, ഞാൻ മണ്ണിക്കിടക്കാണല്ലോ, വെയില് കൊള്ളുന്നു, മഴ കൊള്ളുന്നു, വയ്യാന്ന് പറയുമ്പോ കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾ അവിടുന്ന് പൊട്ടി മുളയ്ക്കും. നിങ്ങളെ പൊട്ടി മുളപ്പിക്കാൻ വേണ്ടിയിട്ടാ തമ്പുരാൻ വലിച്ചെറിയുന്നത്.